ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബദാം പുഡിംഗ് ആണ്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബദാം പുഡിംഗ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ബദാം, അത് പൗഡറാക്കിയ ബദാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 8 ഗ്രാം ചൈന ഗ്രാസ്, 2 കപ്പ് പാല്. ഈ 3/4 കപ്പ് പാല് വെച്ചിരിക്കുന്നത് ബദാം കലക്കി ചേർക്കാനായിട്ടാണ്. ഇനി നമുക്ക് ആദ്യമേ ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യമേ ഒന്ന് കുതിർത്തി വെക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബദാം, 1/2 കപ്പ് ബദാം ആ 3/4 കപ്പ് പാലുമായിട്ട് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കട്ടയൊന്നും ഇല്ലാതെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നല്ലതായിട്ട് പാലുമായിട്ട് ഇളക്കി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി നല്ല കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നോർമൽ മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ മധുരം മതി. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കണ്ടൻസ് മിൽക്കും ചേർത്തതിന് ശേഷം നമുക്ക് മധുരം കുറവാണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഈ മധുരത്തിലാണ് ചേർക്കുന്നത്. ഇതേ ടൈമിൽ തന്നെ നമുക്ക് ചൈന ഗ്രാസ് വേറൊരു പാത്രത്തിൽ വേകാനായിട്ട് വയ്ക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് അതിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ അത് വേകാനായിട്ട് വയ്ക്കാം. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നല്ലതായിട്ട് അലിഞ്ഞ് പാല് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ബദാമും പാലും കൂടെയുള്ള മിശ്രിതം ഇതിലേക്ക് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ചൈന ഗ്രാസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ നമ്മുടെ പാലും അതേ ചൂടിൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ചുമ്മാ അതൊന്ന് കലർത്തി കൊടുത്താൽ മതി. അല്ല എങ്കിൽ നമ്മളത് മിക്സിയിൽ അടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നത്, കട്ട കെട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ഇതേ ടെമ്പറേച്ചറിൽ തന്നെ പാലും തിളയ്ക്കുകയാണെങ്കിൽ നമ്മളിതുപോലെ യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ പുഡിംഗ് റെഡിയായി. ഇതിനിയും റൂം ടെമ്പറേച്ചർ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുഡിംഗ് തണുത്ത് വന്നിട്ടുണ്ട്. അതിനിയും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കാനാണ്. അത് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ പല കപ്പുകളിലായിട്ട് വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ പിസ്ത അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബദാമോ പിസ്തയോ എന്താണെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 4 മണിക്കൂർ തണുക്കാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ ബദാം പുഡിങ് 4 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് വെച്ചേക്കുന്നതാണ് ഇത്. അതിനും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ ബദാം പുഡിങ് റെഡിയായി. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് എഴുതണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.